നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശ്വനാഥൻ സാർ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഡയറി പാർവതി മാത്രം വായിക്കണമെന്നാണ് വിശ്വനാഥൻ സാറിന്റെ ആഗ്രഹം. അതനുസരിക്കുന്നതായിരിക്കും ഭംഗി. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്റെ കടമ കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. ഇത്ര പെട്ടെന്ന് പോവാണോ? ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക. എന്നാ ശരി. അല്ല, മറ്റുള്ളവരുടെ ഡയറി വായിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. വായിക്കുന്നത് കേൾക്കാലോ. ഡയറിയിൽ എന്താണെന്ന് വായിച്ചാ മതി, ഞങ്ങൾ കേട്ടോളാം. പാർവതി, ആ ഡയറിയിൽ എന്താണെന്ന് വായിക്കേ. വിനയേട്ടൻ എന്താ ഈ പറയുന്നത്? ഡയറിയിൽ അത്രയ്ക്ക് രഹസ്യമുള്ളതുകൊണ്ടല്ലേ ഡയറി പാർവതി മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് വക്കീൽ ഇപ്പൊ പറഞ്ഞത്. അതറിഞ്ഞിട്ട് പിന്നെ ഇത് വായിച്ച് കേൾക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അറിയാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങള് വെറുതെ അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. ഇത് എന്തായാലും അറിയണം. ഡയറിയിൽ എന്താണെന്ന് അറിയണമല്ലോ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ബഹളം വെക്കാതെ ഇത് പാർവതി മാത്രം വായിച്ചാ മതി. പാർവതി മോളെ, നീ ഇത് അകത്ത് കൊണ്ടുപോയി ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്ക. ചെല്ല്. ഓ, അപ്പോ പാർവതിക്ക് മാത്രമേ ഇവിടെ അവകാശവും അധികാരവും ഒക്കെ ഉള്ളൂ. ഞങ്ങള് വെറും അഗതികളല്ലേ? വേണ്ട, അങ്ങനെ അഭയാർത്ഥികളെ പോലെ ഒരു വോയിസും ഇല്ലാതെ ഒരു വിലയും ഇല്ലാതെ ഈ വീട്ടിലിനി ഞങ്ങൾക്ക് പറ്റില്ല. വിനായ്, നമുക്ക് പോവാം. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കണ്ട. വിപിൻ അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. അല്ല അമ്മ, അത് നീ വരുന്നുണ്ടോ? ആര് വന്നില്ലെങ്കിലും ശരി, ഞാൻ പോകും. അമ്മേ, 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 അമ്മ ഇങ്ങനെ ഇറങ്ങി പോകരുത്. വേണ്ടടാ, അത്രയ്ക്ക് ഗതികിട്ട് എനിക്കിവിടെ കഴിയണ്ട. അമ്മ, ഞാനൊന്നും പറയട്ടെ. നിനക്ക് എന്താ വിശാൽ പറയാനുള്ളത്? നീ ഒന്നും പറയണ്ട. ഇതെല്ലാം കണ്ടിട്ടും നീ എന്താ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാത്തത്? വിശാൽ, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണോ അല്ലയോ? അത് നീ പറ. ആരും ഒന്നും മിണ്ടണ്ട. ഞാൻ ചോദിച്ചത് വിശാലിനോടാണ്. അവൻ മറുപടി പറയട്ടെ. വിശാൽ, ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടോ ഇല്ലയോ? നീ പറയൂ വിശാൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.